രഞ്ജി ട്രോഫി സെമി ഫൈനലിൽ കേരളം ഇന്ന് ഗുജറാത്തിനെ നേരിടും. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാവിലെ 9:30-നാണ് മത്സരം ആരംഭിക്കുക. രഞ്ജി ചരിത്രത്തിൽ ഇത് രണ്ടാം തവണയാണ് കേരളം സെമി ഫൈനലിൽ മാറ്റുരയ്ക്കുന്നത്. വിവരങ്ങളുമായി നിഖിൽ കുമാർ ചേരുന്നു. നിഖിൽ, വിവരങ്ങൾ എന്താണ്? വീണ, അതായത് രഞ്ജി ട്രോഫിയിൽ കേരളം രണ്ടാം സെമിഫൈനൽ, അതായത് രഞ്ജിയുടെ ചരിത്രത്തിൽ തന്നെ കേരളം രണ്ടാം സെമിഫൈനലിൽ എന്തായാലും ഇന്ന് ഇറങ്ങുകയാണ്. ചരിത്രം സൃഷ്ടിച്ച ഒരു ഫൈനലിലേക്ക് ഉറപ്പിക്കുക, അങ്ങനെ കിരീടം, രഞ്ജി ട്രോഫി കിരീടം സ്വന്തമാക്കുക എന്ന ലക്ഷ്യവുമായി കേരളം എന്തായാലും ഇന്ന് ഇറങ്ങുകയാണ്. ഇതിനു മുമ്പ് 2018-19 സീസണിലാണ് കേരളം രഞ്ജി ട്രോഫി സെമിഫൈനലിൽ കളിച്ചത്. അന്ന് വിദർഭയായിരുന്നു എതിരാളികൾ, പക്ഷേ വിദർഭയോടൊന്ന് പരാജയം നേരിട്ടിരുന്നു. എന്നാൽ ഇന്ന് ഗുജറാത്തിനെ തോൽപ്പിക്കുക, ഇന്ന് തുടങ്ങുന്ന ഈ ഒരു രഞ്ജി ട്രോഫി സെമിഫൈനൽ മത്സരം, ഇതിൽ ഗുജറാത്തിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് എന്തായാലും കേരളം ഇറങ്ങുന്നത്. രാവിലെ 9:30-ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ്, അതായത് ഗുജറാത്തിന്റെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുക എന്നൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗുജറാത്ത് കാണികളുടെ മുൻപിലായിരിക്കും കേരളത്തിന്റെ പ്രകടനം. അത് നിർണായകം തന്നെയാകും. എന്തായാലും കഴിഞ്ഞ 8 മത്സരങ്ങളിലെ മികവ് അത് ആവർത്തിക്കുക എന്ന ലക്ഷ്യവുമായാണ് സച്ചിൻ ബേബിയും സംഘവും ഇന്ന് കളത്തിലേക്ക് ഇറങ്ങുക. കേരള താരങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ 2 മത്സരങ്ങളിൽ സെഞ്ചുറി നേടിയ സൽമാൻ നിസാർ, മുഹമ്മദ് അസറുദ്ദീൻ, ജലജ് സക്സേന, അക്ഷയ് ചന്ദ്രൻ, നായകൻ സച്ചിൻ ബേബി തുടങ്ങിയവരുടെ ഫോം തന്നെയാണ്, ബാറ്റിംഗിലെ ഫോം തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കരുത്ത്. ഒപ്പം ഓൾറൗണ്ട് പ്രകടനം നടത്തും. നേരത്തെ പറഞ്ഞതുപോലെ ജലജ് സക്സേനയുടെയും ആദിത്യ സർവ്വതയുടെയും ഈ താരങ്ങളുടെയും ഓൾറൗണ്ട് പ്രകടനം അതും കേരളത്തിന് നിർണായകമാവും. ബോളിംഗിലേക്ക് വന്ന കഴിഞ്ഞ മത്സരത്തിൽ ജമ്മു കാശ്മീരിനെതിരെ 10 വിക്കറ്റുകൾ സ്വന്തമാക്കിയ MD നിതീഷിന്റെ പ്രകടനം എന്തായാലും കേരളത്തിന് നിർണായകമാകും. കേരളത്തെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ കർണാടക, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബംഗാൾ തുടങ്ങിയ കരുത്തരായ ടീമുകളെ മറികടന്നാണ് കേരളം എന്തായാലും നോക്കൌട്ട് സ്റ്റേജിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ ഈ ഒരു മുംബൈ, ബറോഡ തുടങ്ങി കരുത്തന്മാരെ തോൽപ്പിച്ച് ക്വാർട്ടറിൽ പ്രവേശിച്ച കാശ്മീരിനെ ക്വാർട്ടറിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എന്തായാലും കേരളം സെമിയിലേക്ക് മുന്നേറിയത്. രാവിലെ 9:30-ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.